പോയാലും കാർത്യായനി കുമാരി കാർത്യായനി. ഓം സർവമംഗളമംഗല്യേ ശിവേ സർവാർത്ഥസാധികേ ശരണ്യേ ത്രയംബകേ ഗൗരി നാരായണീ നമോസ്തുതേ. ഇത് തലപ്പള്ളി താലൂക്കിലെ വേലൂരിൽ സ്ഥിതി ചെയ്യുന്ന പുണ്യപുരാതന ക്ഷേത്രമായ വേലൂർ കാർത്യായനി ക്ഷേത്രം. കേരളത്തിന്റെ നവോത്ഥാന ചരിത്രത്തിൽ നിർണായക സ്വാധീനം വഹിക്കുന്ന പ്രദേശമാണ് വേലൂർ. മാറ്റത്തിന്റെ ശംഖനാദം മുഴക്കി കേരളത്തിലുടനീളം നടന്ന മാറുമറയ്ക്കൽ സമരത്തിൽ വേലൂരിനുള്ള സ്ഥാനം ചരിത്രത്തിൽ രേഖപ്പെടുത്തിയിട്ടുള്ള ഒന്നാണ്. 8 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് സ്വയംഭൂവായി വേലൂരിൽ അവതരിച്ച ശ്രീ കാർത്യായനി ഭഗവതി ഈ പ്രദേശത്തിന്റെ രക്ഷകയും ഐശ്വര്യവുമാണെന്ന് ഈ നാട്ടുകാർ മുഴുവൻ വിശ്വസിക്കുന്നു. കാലിൽ തളകളും കയ്യിൽ കങ്കണവും പട്ടും ചിലമ്പും ഉടവാളുമായി ശ്രീകോവിലിനകത്ത് വാണരുളുന്ന സർവാഭിഷ്ടദായിനിയായ ദേവിയുടെ പ്രതിഷ്ഠയുമായി ബന്ധപ്പെട്ട് നിരവധി ഐതിഹ്യങ്ങൾ പറഞ്ഞു കേൾക്കുന്നുണ്ട്. പഴമക്കാർ പറഞ്ഞു കേട്ട ക്ഷേത്ര ചരിത്രം ഇങ്ങനെ: പണ്ട് ഈ പ്രദേശം മുഴുവൻ കാടുപിടിച്ചു കിടന്നിരുന്ന ഒന്നായിരുന്നുവെന്നും സമീപ പ്രദേശങ്ങളിലുണ്ടായിരുന്ന കർഷകരും കർഷക തൊഴിലാളികളും കന്നുമേയ്ക്കാനും പുല്ലരിയാനുമായി ഇവിടെ എത്തിയിരുന്നു എന്നും പറയപ്പെടുന്നു. ഒരിക്കൽ പുല്ലരിഞ്ഞുകൊണ്ടിരുന്ന ഒരു സ്ത്രീ അരിവാൾ മൂർച്ച കൂട്ടുവാനായി തൊട്ടടുത്ത് കിടന്നിരുന്ന കല്ലിൽ ഉരച്ചുവത്രേ. കല്ലിൽ അരിവാൾ ഉരച്ചതോടെ രക്തം കണ്ടുവെന്നും കല്ലിൽ നിന്നും രക്തം പ്രവഹിക്കുന്നത് കണ്ട പുലയ സ്ത്രീ ഭയന്നോടി അന്നത്തെ നാടുവാഴികളെ വിവരമറിയിച്ചുവെന്നും പറയുന്നു. വിവരമറിഞ്ഞെത്തിയ നാടുവാഴികൾ ഈ പ്രദേശത്ത് അഭൗമമായ ഭഗവത് ചൈതന്യം ദർശിക്കുകയും പ്രശ്നവശാൽ ഇവിടെ കാർത്യായനി ഭഗവതിയുടെ സാന്നിധ്യം ബോധ്യമാവുകയും ചെയ്തു. അന്നുമുതൽ ഇവിടെ ദേവീ സങ്കല്പത്തിൽ ആരാധന പതിവായിരുന്നു. പിന്നീടാണ് ഇവിടെ ക്ഷേത്ര ശ്രീകോവിലും ചുറ്റമ്പലവും പണിത് ആരാധന തുടങ്ങിയത്. ക്ഷേത്ര നിർമ്മാണ ചാതുരി തന്നെ ഈ ക്ഷേത്രത്തിന്റെ കാലപ്പഴക്കം വ്യക്തമാക്കുന്നു. ശ്രീകോവിലിനടുത്തുള്ള തിളപ്പള്ളിയിൽ നിന്നും നേരിട്ട് ക്ഷേത്രത്തിനകത്ത് കാണുന്ന കുളത്തിലേക്ക് പടികൾ പണിതിരിക്കുന്നു. ഇവിടെ നിന്നും ജലമെടുത്താണ് ക്ഷേത്രത്തിലെ പൂജാതി കർമ്മങ്ങൾക്കും അഭിഷേകത്തിനുമെല്ലാം ഉപയോഗിച്ചു വരുന്നത്. ക്ഷേത്രവും പരിസരവും നിൽക്കുന്നത് കുളത്തിനു മുകളിലാണ് എന്നത് സവിശേഷമായ മറ്റൊരു വസ്തുതയാണ്. ഇങ്ങനെ ജലരാശിക്ക് മുകളിൽ സ്ഥിതി ചെയ്യുന്ന ക്ഷേത്രം വളരെ അപൂർവമായി മാത്രം കണ്ടുവരുന്ന ഒന്നാണ്. ക്ഷേത്രത്തിനകത്ത് പത്നി സമേതനായുള്ള അയ്യപ്പനും പുറത്ത് വേട്ടേക്കരൻ, ശാസ്താവ് എന്നീ ഉപദേവതകളും ക്ഷേത്രത്തിനകത്ത് നിരവധി ചുമർ ചിത്രങ്ങളും കാണപ്പെടുന്നു. മിഷണറി പ്രവർത്തനത്തിനായി വേലൂരിലെത്തിയ അർണോസ് പാതിരിക്ക് സംസ്കൃതത്തിൽ പാണ്ഡിത്യം നൽകാൻ വേദിയായത് ഈ ക്ഷേത്രവും
അതിനോടടുത്തുള്ള പ്രദേശവുമായിരുന്നു. അർണോസ് പാതിരിയുടെ നാമധേയത്തിലുള്ള പ്രസിദ്ധമായ ക്രൈസ്തവ ദേവാലയവും വേലൂരിൽ സ്ഥിതി ചെയ്യുന്നുണ്ട്. പടിഞ്ഞാറോട്ട് അഭിമുഖമായി കൊടിമരത്തോടുകൂടിയുള്ളതാണ് ഇവിടത്തെ പ്രതിഷ്ഠ. നൂറ്റാണ്ടുകളുടെ പഴക്കമുള്ള ക്ഷേത്രത്തിന്റെ അധീശാധികാരത്തിൽ പണ്ട് ധാരാളം ഭൂമിയുണ്ടായിരുന്നതായി പഴമക്കാർ പറയുന്നു. അന്തഛിദ്രങ്ങളും കിടമത്സരങ്ങളും മൂലം ഒരു വിഭാഗത്തിൽ നിന്നും മറ്റൊരു വിഭാഗത്തിലേക്ക് കൈമാറ്റം ചെയ്യപ്പെട്ട് ഇന്ന് ക്ഷേത്രം തെക്കേ മഠത്തിന് കീഴിൽ പ്രവർത്തിക്കുന്ന ഒന്നാണ്. വർഷങ്ങളായി തെക്കേ മഠത്തിന് കീഴിൽ പ്രവർത്തിക്കുന്ന ദേവീക്ഷേത്രമാണ് ഇവിടത്തേത്. കാലപ്പഴക്കം കൊണ്ട് ജീർണാവസ്ഥയിലായ ക്ഷേത്രത്തിന്റെ നവീകരണ പ്രവർത്തനങ്ങൾ ഘട്ടം ഘട്ടമായി നടന്നുവരികയാണ്. നാട്ടുകാരടങ്ങുന്ന കമ്മിറ്റി സ്വാർത്ഥ താൽപര്യങ്ങൾ ഏതുമില്ലാതെ നടത്തുന്ന നിരന്തരമായ പ്രവർത്തനങ്ങൾ ക്ഷേത്രത്തെ പുരോഗതിയിലേക്ക് നയിക്കാൻ കാരണമായിട്ടുണ്ട്. ക്ഷേത്രത്തിന്റെ മുൻവശത്ത് കാണപ്പെടുന്ന ആൽമരവും കുളവും ഏറെ ആകർഷകങ്ങളാണ്. കുളത്തിൽ സ്ത്രീകൾക്കും പുരുഷന്മാർക്കും പ്രത്യേകം കടവുകളും നടുവിലായി ആറാട്ടിനുള്ള സ്ഥലവും ക്രമീകരിച്ചിരിക്കുന്നു. വിശേഷ അവസരങ്ങളിൽ തെക്കേമഠം മൂപ്പിൽ സ്വാമിയാർക്ക് വെച്ചു നമസ്കാരവും കാലുകഴുകി ചൂട്ടും ഇവിടെ പതിവുണ്ട്. വൃശ്ചികത്തിലെ തൃക്കാർത്തികയാണ് ദേവിയുടെ പിറന്നാളായി ആചരിച്ചു വരുന്നത്. ക്ഷേത്രോത്സവം ദീർഘകാലമായി മുടങ്ങിക്കിടക്കുകയും ഇതിനെ തുടർന്ന് നാട്ടിലുണ്ടായ അനിഷ്ട സംഭവങ്ങളെ തുടർന്ന് ഉത്സവം പുനരാരംഭിക്കുകയും ചെയ്തു. കഴിഞ്ഞ 2 വർഷമായി മകരത്തിലെ മകീരം നാളിൽ കൊടിയേറ്റത്തോടുകൂടി ആരംഭിച്ച് 8ാം ദിവസം ആറാട്ടോടുകൂടി സമാപിക്കുന്ന രീതിയിൽ വിപുലമായ ഉത്സവം ഇവിടെ ആഘോഷിച്ചു വരുന്നു. രാമായണ മാസാചരണം, നവരാത്രി, മണ്ഡലമാസാചരണം, ശിവരാത്രി എന്നിവയും വൃശ്ചികത്തിലെ തൃക്കാർത്തികയും ഭക്തിയാദരപൂർവ്വം ആചരിച്ചു വരുന്നു. നമസ്കാരം. ഞാൻ ഈ അമ്പലത്തിലെ വേലൂർ കാർത്തികേയ അമ്പലത്തിലെ ശാന്തിക്കാരനാണ്. വന്നിട്ട് 6 വർഷമായി. വന്നതിന് ശേഷം വളരെയധികം മാറ്റങ്ങൾ എനിക്കും ക്ഷേത്രത്തിനും ഇവിടുത്തെ പരിസരങ്ങൾക്കും ഒക്കെ സംഭവിച്ചിട്ടുണ്ട്. എനിക്കുണ്ടായിട്ടുള്ള ഒരു അനുഭവം എന്ന് പറഞ്ഞാൽ ദേവിയുടെ ഈ സ്വരൂപം കാണാനായിട്ടുള്ളൊരു ഭാഗ്യം ഉണ്ടായിട്ടുണ്ട്. വന്നതിൻ്റെ ഒരു ആഴ്ച കഴിഞ്ഞതിന് ശേഷം രാവിലെ കാലത്ത് കുളിക്കാൻ പോകുന്ന നേരത്ത് അമ്പലത്തിൻ്റെ ഉള്ളിൽ നിൽക്കുന്നതായി കണ്ടതാണ്. എന്നതിന് ശേഷം പ്രശ്നവശാൽ നോക്കുകയും അങ്ങനെയാണ് ഈ ദേവിയാണ് ഇവിടുത്തെ പ്രതിഷ്ഠ എന്ന് മനസ്സിലാക്കുകയും ബ്രഹ്മചാരിണി ദേവി എന്ന് പറഞ്ഞിട്ട് പടം വരയ്ക്കുകയും ഉണ്ടായത്. മേഘങ്ങൾക്കിടയിൽ നിൽക്കുന്ന വെളുത്ത വസ്ത്രം, കയ്യിൽ കമണ്ടലു, രുദ്രാക്ഷം, അത്രയും മാത്രമേ ആയുധങ്ങളായിട്ടും മറ്റ് വേഷഭൂഷാദികളായിട്ടും ഉള്ളതുള്ളൂ. പൂജയ്ക്ക് എടുക്കുന്ന പൂക്കളാണെങ്കിൽ വെള്ളപ്പൂക്കൾ, മഞ്ഞപ്പൂക്കൾ, ഇത്രയും സാധ്യമുള്ളൂ. തെച്ചി തുളസി എല്ലാവർക്കും ആവാം, അതും എടുക്കാറുണ്ട്. പിന്നെ ഇവിടുത്തെ പൂജാവിധാനങ്ങൾ എന്ന് പറഞ്ഞാൽ കാലത്തെ സാധാരണ പോലെ അഭിഷേകം നൈവേദ്യം, ഒരൊറ്റ പൂജയുള്ളൂ. വൈകിട്ടൊരു പൂജ, 2 പൂജ, പിന്നെ ത്രികാല പൂജയായിട്ട് ചിലവർ നടത്താറുണ്ട്. പിന്നെ ഇവിടുത്തെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ വിവാഹത്തിന് വേണ്ടിയിട്ട് ആൾക്കാരെ സമീപിക്കുമ്പോൾ വിവാഹ സൂക്തം പുഷ്പാഞ്ജലി എന്ന് പറഞ്ഞ് ചീട്ടാക്കിയാൽ കാലത്തൊരു പുഷ്പാഞ്ജലി, വൈകിട്ട് പുഷ്പാഞ്ജലി, അതോടുകൂടിയിട്ട് നെയ്പ്പായസം. അത് ചെയ്ത് കഴിഞ്ഞിട്ട് ഒരു 3-4 പ്രാവശ്യമൊക്കെ ആകുമ്പോഴേക്കും ആൾക്കാർക്ക് അതിനെക്കുറിച്ചുള്ള ഗുണങ്ങൾ കാണാറുണ്ട്, കണ്ടിട്ടുള്ള ആൾക്കാരുണ്ട്. കുറേ ആൾക്കാർക്ക് നടന്നു പോയിട്ടുണ്ട്. പിന്നെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ എൻ്റെ അനുഭവത്തിൽ പറയുകയാണെങ്കിൽ ദീപസ്തംഭം തെളിയിക്കുക, അന്നത്തെ ദിവസം വൈകിട്ടൊരു ഭഗവത് സേവ നടത്തുക, അതിൽ ലളിതാ സഹസ്രനാമ അർച്ചനയോടുകൂടി നടത്തുകയാണെങ്കിൽ വളരെയധികം കാര്യങ്ങൾ നടന്നിട്ടായിട്ട് ആൾക്കാർ പറഞ്ഞ് കേട്ടിട്ടുണ്ട്, അനുഭവസ്ഥർ പറഞ്ഞിട്ടുണ്ട്. എനിക്കും അനുഭവമാണത്. ചുറ്റുവിളക്ക്, നിറമാല, നെയ്പ്പായസം എന്നിവയാണ് ഇവിടുത്തെ പ്രധാന വഴിപാടുകൾ. കേരളത്തിൽ അപൂർവമായി കണ്ടുവരുന്ന ദുർഗാദേവിയുടെ ബ്രഹ്മചാരിണി രൂപത്തിലുള്ള പ്രതിഷ്ഠ ഈ പ്രദേശത്തിനാകെ ഐശ്വര്യം ചൊരിയുന്നതായി നാട്ടുകാർ വിശ്വസിക്കുന്നു. മംഗല്യ സൗഭാഗ്യത്തിനും നെടുമംഗല്യത്തിനും ഇവിടുത്തെ പ്രാർത്ഥനയും ദർശനവും അത്യുത്തമമാണത്രേ. മംഗല്യസൂക്ത പുഷ്പാഞ്ജലി കഴിച്ച് ദേവിയെ മനസ്സുരുകി പ്രാർത്ഥിച്ചാൽ മംഗല്യഭാഗ്യം ഉറപ്പാണെന്നും അങ്ങനെ മംഗല്യഭാഗ്യം നേടിയവർ നിരവധിയാണെന്നും അനുഭവസ്ഥർ സാക്ഷ്യപ്പെടുത്തുന്നു. പുലിയന്നൂർ അനുജൻ നമ്പൂതിരിപ്പാടാണ് ക്ഷേത്രത്തിലെ താന്ത്രിക കർമ്മങ്ങൾ നിർവഹിച്ചു പോരുന്നത്. MS നാരായണൻ തിരുമേനി നിത്യനിദാന പൂജകൾ ചെയ്തു വരുന്നു.